ജൂൺ മാസം 22-ാം തീയതി മുതൽ 28-ാം തീയതി വരെ മകരം, കുംഭം, മീനം എന്നീ രാശിക്കാർക്ക് എന്തൊക്കെ വിധത്തിലുള്ള ഫലങ്ങളൊക്കെ പ്രദാനം ചെയ്യുന്നുവെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ഇപ്പോൾ മകരം രാശിക്കാരെ കുറിച്ചിട്ടാണ് പറയുന്നത് എങ്കിൽ ആദ്യം മകരം രാശിക്കാരെ കുറിച്ചിട്ട് പറയാം. അപ്പോൾ മകരം രാശിക്കാർക്ക് ഈ വരുന്ന 22-ഉം 28-ഉം തീയതിക്ക് ഉള്ളിൽ ഒരല്പം നല്ല കാര്യങ്ങളൊക്കെ വരാനിരിക്കുന്ന ഒരു സാഹചര്യങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടും. അതുപോലെ തന്നെ ഒരല്പം ദുഃഖകരമായ രീതിയിൽ സഞ്ചരിക്കേണ്ട ഒരു സാഹചര്യവും ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ 22, 23 തീയതികളൊക്കെ വളരെയധികം ഒരല്പം ബുദ്ധിമുട്ട് വന്നാലും പിന്നീട് സമ്പത്തുപരമായ രീതിയിൽ എന്തെങ്കിലും തൊഴിൽപരമായ രീതിയിൽ ഒരു മുന്നേറ്റമൊക്കെ കാണുന്ന സാഹചര്യം തന്നെയാണ്. ആരോഗ്യപരമായ കാര്യത്തിലൊക്കെ ഒരല്പം കൂടി ജാഗ്രത പുലർത്തി മുന്നിലേക്ക് പോകേണ്ട ഒരു മികച്ച രീതിയിൽ നമ്മൾ കണ്ട് മുന്നിലേക്ക് പോകണം. നമ്മുടെ ശരീരത്തിൻ്റെതായ ഒരു അവസ്ഥയൊക്കെ മനസ്സിലാക്കി മുന്നിലേക്ക് പോകേണ്ട ഒരു സാഹചര്യമുണ്ട്. അതെന്തുകൊണ്ട് പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ചിലപ്പോൾ 50 വയസ്സൊക്കെ പ്രായമുള്ള വ്യക്തികളൊക്കെ ആയിരിക്കും, 25 വയസ്സുകാരൻ്റെ മനസ്സായിരിക്കും. ആ ഒരു പ്രോസസ്സിലേക്ക് 25 വയസ്സുകാരൻ്റെ മനസ്സും കൊണ്ട് ഓടുന്ന വേളയിൽ 50 വയസ്സിൻ്റെ ശരീരം അത് നിങ്ങൾക്ക് പ്രാപ്തമായ ഒരു രീതിയിൽ മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് അനുവദിക്കില്ല. അപ്പോൾ ആരോഗ്യത്തിൻ്റെതായ സ്ഥിതി കൂടി കണക്കിലെടുത്ത് വേണം ഓരോ കാര്യങ്ങളിലെ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കാനായിട്ട്. വ്യാഴം 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതുകൊണ്ട് ആഴ്ചയുടേതായ ഒരു 2-ാം ഘട്ടം, അതായത് 22, 23, 24 തീയതിക്ക് ശേഷം നിങ്ങൾക്ക് വരുന്ന ഒരു കുറച്ച് ദിവസങ്ങൾ ഒരല്പം നല്ല ഫലമായിരിക്കും. തീർച്ചയായിട്ടും അത് ഗുണകരമായ മാറ്റങ്ങൾക്കുള്ള ഒരു വഴി തന്നെയായിരിക്കും. ചിലരൊക്കെ വീടൊക്കെ വയ്ക്കാനോ അല്ലെങ്കിൽ വസ്തു വിൽക്കാനോ അല്ലെങ്കിൽ വസ്തുവിൻ്റെതായ കാശൊക്കെ കിട്ടാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. ഇവിടെ നിന്ന് കാശൊക്കെ കടം ചോദിച്ച അവസ്ഥയൊക്കെ ആയിരിക്കും. അതൊക്കെ കിട്ടുന്ന ഒരു സാഹചര്യം സമ്പത്തുപരമായ രീതിയിൽ എവിടെ നിന്നെങ്കിലും ഒരു അനുകൂലമായൊരു ഭാവം നിങ്ങളിലേക്ക് വന്നെത്തുന്നു. ബിസിനസ്സൊക്കെ സ്റ്റാർട്ടപ്പ് ചെയ്യാനായിട്ട് ലോണൊക്കെ പാസ്സാവാനായിട്ടിരിക്കുന്ന വ്യക്തികൾക്കൊക്കെയും ആ ഒരു കാലഘട്ടത്തിൽ അനുകൂലമായ ഒരു മാറ്റം വന്നെത്തുന്ന സാഹചര്യങ്ങളൊക്കെയാണ്. പുതിയതായ രീതിയിൽ വീട്ടിൽ വണ്ടി വാഹനങ്ങളൊക്കെ മാറ്റി വാങ്ങുന്ന ഒരു സാഹചര്യങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ ഉപകാരപ്രദമായ എന്തെങ്കിലും ഒരു വസ്തുവകകളൊക്കെ വാങ്ങുന്ന സാഹചര്യങ്ങളൊക്കെയും ഈ ഒരു കാലഘട്ടത്തിൽ എന്തായാലും നിങ്ങൾക്ക് വന്നു ചെയ്യുക. കുടുംബാംഗങ്ങളുടേതായ ഒരു സന്തോഷത്തിന് മുൻതൂക്കം കൊടുക്കുന്ന ഒരു കാലഘട്ടം തന്നെയായിരിക്കും. തൊഴിൽപരമായ രീതിയിൽ മുന്നിലേക്ക് സഞ്ചാരം നടത്താൻ ആഗ്രഹിക്കുന്നവർ പുതിയ പുതിയ മേഖലകളൊക്കെ കണ്ടെത്തേണ്ട ഒരു സാഹചര്യം ഇപ്പോൾ ഇവിടെ ആഗതമായിരിക്കണം. കാരണം നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിക്ക് ഉൾപ്പെടെ തന്നെ സ്വന്തമായ കഴിവിനനുസരിച്ച്, അതായത് ചെറുപ്പകാലത്തിലൊക്കെ പഠിച്ചു വന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടാകും, അതിനെ കൂടി പ്രോസസ്സ് ചെയ്ത് കൊണ്ടുവരേണ്ട ഒരു സാഹചര്യം ഇവിടെ നിലനിൽക്കുന്നുണ്ട്. തീർച്ചയായിട്ടും അത്തരം പ്രോസസ്സ് കൂടി നടത്തുന്നത് നിങ്ങൾ ഗുണകരമായ ഒരു ജീവിതത്തിലേക്ക് വഴി തുറക്കും. വിദ്യാഭ്യാസപരമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ മുന്നേറ്റത്തിനായി കാത്തിരിക്കുന്നവർ കുറച്ചുകൂടി അർപ്പണ മനോഭാവത്തോടുകൂടി അതിനോട് നീതി പുലർത്തി മുന്നിലേക്ക് പോയാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് വിജയ സാധ്യതയൊക്കെ ഇവിടെ ഉള്ളത്. അല്ലാതെ എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിയിട്ട് അത് കിട്ടുന്നില്ല എന്ന പരിശ്രമമൊക്കെ ഉപേക്ഷിക്കുന്നവർ ധാരാളമുണ്ട്. അത്തരം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വലിയ പാട് തന്നെയായിരിക്കും. അതായത് എയർ ഏവിയേഷൻ പോലുള്ള എന്തെങ്കിലുമൊക്കെ കാര്യങ്ങളൊക്കെ പഠിക്കാനൊക്കെ ഇരിക്കുന്നവർ, പഠിക്കാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ, പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്ക് മുന്നേറ്റം വേണം എന്ന രീതിക്ക് പ്രയത്നിച്ചാൽ മാത്രമായിരിക്കും നിങ്ങൾക്ക് അത്തരം പ്രോസസ്സുകളിലൂടെ മുന്നിലേക്ക് പോകാനായിട്ട് കഴിയുക. അതുപോലെ ആർക്കിടെക്ട്, എഞ്ചിനീയറിംഗ് സംബന്ധപ്പെട്ട പഠനങ്ങളൊക്കെ നടത്തുന്നവർക്കും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് ഒരു മുന്നേറ്റം ലഭിക്കുക. അല്ലാതെ ഒരല്പം കൂട്ടുകെട്ടുകളിലൊക്കെ മാറ്റം വരുത്തേണ്ട ഒരു സമയം കൂടിയാണ്. നിങ്ങളുടേതായ പ്രിയപ്പെട്ടതെന്ന് വിചാരിക്കുന്ന ഇടങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും പ്രശ്നങ്ങൾ ഉണ്ടാവുക. തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ചാൽ മാത്രമാണ് മാറ്റം വരുത്താൻ കഴിയുക എന്ന് 7-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്ന വ്യാഴം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പറയുന്നുണ്ട്. തെറ്റായ രീതികളിലൂടെയൊക്കെ സഞ്ചരിക്കുന്ന ചില സുഹൃത്തുക്കളൊക്കെയും നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ അത്തരം ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കാം. അത് ഇപ്പോൾ നിങ്ങൾക്ക് പ്രശ്നം ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നീട് അത് പ്രശ്നം ഉണ്ടാക്കും എന്നുള്ളത് 100% സത്യമാണ്. അത് പിന്നീട് ഒരു അവസരത്തിൽ നിങ്ങൾക്കത് മനസ്സിലാകുമെന്ന് തന്നെയാണ് ഇപ്പോഴത്തെ ഈ ഒരു ഇടക്കാല 22-ാം തീയതിക്ക് 28-ാം തീയതിക്കും ഇടയ്ക്കുള്ള ഫലത്തെ കണ്ടിട്ട് പറയാനായിട്ട് കഴിയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഇപ്പോൾ ദോഷമില്ലെങ്കിൽ 100% നിങ്ങൾക്കത് വന്നെത്തുക തന്നെ ചെയ്യാം. അപ്പോൾ ആലോചിച്ച് ചിന്തിച്ച് കൂട്ടുകെട്ടുകളിലും പ്രവർത്തനങ്ങളിലും അതുപോലെ തന്നെ ഫേസ്ബുക്ക്, വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം അങ്ങനെയൊക്കെ യൂസ് ചെയ്ത് ഇപ്പോൾ പ്രശ്നമില്ല എന്ന് കരുതിയിരിക്കുന്നവരാണെങ്കിൽ 100% നിങ്ങൾക്ക് പ്രശ്നങ്ങളെ തേടി വരുന്ന സമയം ആഗതമാകുന്ന മുന്നറിയിപ്പ് ഇവിടെ നൽകുകയാണ്. എന്തായാലും മകരം രാശിക്കാർക്ക് ഒരല്പം നല്ലത് വരട്ടെ എന്നുള്ള ഒരു മനസ്സ് മാത്രമാണ് എനിക്കുള്ളത്. നിങ്ങളാൽ ചിന്തിക്കേണ്ട ഒരു സമയം തന്നെയാണ് ഇപ്പോൾ. കുംഭം രാശിക്കാരെ കുറിച്ചിട്ട് പറയുമ്പോൾ 7-ാം ഭാവത്തിൽ ഇപ്പോൾ സഞ്ചാരം നടത്തുന്നത് കേതുവാണ്. കേതു 7-ാം ഭാവത്തിൽ സഞ്ചാരം നടത്തുന്ന ഒരു വേളയായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കുടുംബപരമായ അന്തരീക്ഷത്തിലൊക്കെ ഒരല്പം പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ വന്നതും ഭാര്യ ഭർത്തൃ ബന്ധങ്ങളിലൊക്കെ തന്നെ ഒരല്പം അകൽച്ച അല്ലെങ്കിൽ ചില തർക്കങ്ങളൊക്കെ വന്നെത്തുന്ന ഒരു സാഹചര്യം, നിസ്സാരമായ കാര്യങ്ങളെ ചൊല്ലി വലിയ വഴക്കിലേക്ക് എത്തുന്ന ഒരു സാഹചര്യങ്ങൾ ഇവിടെയുണ്ട്. അതുപോലെ തന്നെ ആരോഗ്യപരമായ രീതിയിലും നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാനുള്ള സാഹചര്യങ്ങൾ ഇവിടെ ഉണ്ട്. ഇത് തൊഴിൽപരമായ ഇടങ്ങളിൽ നിങ്ങളെ ധാരാളം മാനസികമായി ടോർച്ചർ ചെയ്യുന്ന ഒരു സാഹചര്യം ഇവിടെ 22-ാം തീയതിക്കും 28-ാം തീയതിക്കും ഇടയ്ക്ക് ഉണ്ട് എന്നുള്ളതാണ്. അതിനെ വലിയ രീതിക്ക് പ്രശ്നങ്ങളാക്കാതെ കാണണം എന്നുള്ളതാണ്.
വ്യാഴം 6-ാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾക്ക് ഒരല്പം ധനനേട്ടമൊക്കെ ഈ ഒരു വാരത്തിൽ പ്രതീക്ഷിക്കാമെന്ന ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. അതായത് ഋണരോഗ ശത്രുസ്ഥാനത്തിലാണ് വ്യാഴത്തിൻ്റെതായ ഒരു സഞ്ചാരം. പൂർണ്ണ ബലത്തോടുകൂടി ഇരിക്കുന്ന വ്യാഴത്തിന് എന്തെങ്കിലുമൊക്കെ നല്ല കാര്യങ്ങൾ, അതുകൊണ്ട് മറ്റുള്ളവരുടെ ഉപദേശങ്ങളൊക്കെ കേൾക്കുന്ന മേലധികാരികളൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ തർക്കങ്ങൾക്കൊന്നും പോകാതിരിക്കുന്നത് വളരെയധികം നന്നായിരിക്കും എന്നുള്ള ഒരു ചിന്താഗതിയാണ്. അതുകൊണ്ട് ഒരല്പം ഉയർച്ച, തൊഴിൽപരമായ രീതിയിലൊക്കെ ഒരു ഉയർച്ചയൊക്കെ വരാനുള്ള സാധ്യതകളെയാണ് ഇവിടെ കുറിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും നിങ്ങളുടേതായ ചില തീരുമാനങ്ങൾ, നിങ്ങൾ പറയുന്ന ചില കാര്യങ്ങളൊക്കെ അംഗീകാരം ലഭിക്കണമെന്നുള്ള രീതിക്ക് നിങ്ങളുടെ സുഹൃത്തുക്കൾക്കിടയിലോ അല്ലെങ്കിൽ തൊഴിലിടങ്ങളിലോ കുടുംബത്തിനുള്ളിലോ ആൾക്കാരുടെ മേലൊക്കെ നിങ്ങളുടേതായ പ്രഭാവത്തെ ആർജവമായി കാണിക്കാനുള്ള ഒരു സാഹചര്യം ഇവിടെ ക്രിയേറ്റ് ചെയ്യും. ആ ഒരു പ്രഭാവം നിങ്ങൾക്ക് നല്ലതായിട്ട് വരില്ല. അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തോണ്ടുന്ന കുഴിയായിട്ടായിരിക്കും മാറുക. അതായത് ആരോടാണോ ആ ഒരു ആജ്ഞ കൊടുക്കുന്നത്, അല്ലെങ്കിൽ ഭാര്യയ്ക്ക് മേലെ ഒരു ആധിപത്യത്തോടു കൂടി എന്തെങ്കിലും പറഞ്ഞ് നിനക്ക് നിന്റെ ഇഷ്ടം പോലെ ആയിക്കോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് തന്നെ നിങ്ങൾ തോണ്ടുന്ന കുഴിയായിട്ട് മാറും. അതായത് ശത്രുത മനോഭാവം ഓപ്പോസിറ്റ് ഡയറക്ഷനുകളിൽ എവിടെയെങ്കിലും സുഹൃത്തുക്കൾക്കിടയിൽ, തൊഴിലിടങ്ങളിൽ, വീട്ടിനുള്ളിൽ എവിടെയായാലും ശരി മനോഭാവത്തെ ക്രിയേറ്റ് ചെയ്താൽ അത് വലിയ വീരവാദമൊന്ന് നനയ്ക്കാനായിട്ടൊന്നും കഴിയില്ല. അത് നിങ്ങൾ സ്വയം തോണ്ടുന്ന കുഴി തന്നെയായിരിക്കും. അത് ജാഗ്രതാപൂർവം കൈകാര്യം ചെയ്യുക. തൊഴിൽപരമായ സ്ഥാപനങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഒരു അംഗീകാരം, ഒരു അപ്രിസിയേഷൻ ഒക്കെ കിട്ടുന്ന ഒരു സാഹചര്യമുണ്ട്. അതായത് നിങ്ങളുടെ പ്രവർത്തന മികവ് അംഗീകരിക്കപ്പെടുന്ന ഒരു സാഹചര്യവും ഈ 22-ാം തീയതിക്കും 28-ാം തീയതിക്കും ഇടയിൽ വരാനുള്ള സാധ്യതകൾ 100%. ഭാവിയെക്കുറിച്ചുള്ള നല്ല തീരുമാനങ്ങളൊക്കെ മുന്നിൽ കണ്ടുകൊണ്ട് വളരെയേറെ ദൃഢമായ മനസ്സോടുകൂടി മുന്നിലേക്ക് സഞ്ചരിക്കേണ്ട ഒരു കാലഘട്ടം തന്നെയാണ്. അപ്പോൾ തീർച്ചയായിട്ടും എടുത്തുചാട്ടമൊക്കെ ഒഴിവാക്കി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിലേക്ക് പോയാൽ, അല്ലെങ്കിൽ നമ്മൾ പുതിയ രീതിക്ക് എന്തെങ്കിലുമൊക്കെ പഠനം നടത്തി അടുത്ത പ്രൊമോഷന് വേണ്ടിയിട്ടൊക്കെ ശ്രമിക്കുന്ന, അടുത്തടുത്ത ക്ലാസ്സുകളിലൊക്കെ PGക്കൊക്കെ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ തന്നെ അവർ കുറച്ചുകൂടി മനസ്സിനെ കൊടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ 100% ഈ കാലഘട്ടം മുതൽക്ക് അനുകൂലമായി വരുന്ന സാഹചര്യമാണ്. ഇവിടെ മനസ്സ് ചോർന്നു പോകാതിരിക്കാൻ ശ്രമിക്കുക. മീനം രാശിക്ക് 22-ാം തീയതിക്കും 28-ാം തീയതിക്കും, അതായത് ഈ മാസം 22, 28-ാം തീയതികളിൽ ഒരല്പം മാനസികമായ നിലയിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ വരാനുള്ള സാധ്യതകൾ വളരെയധികം കൂടുതലാണ്. കാരണം എന്തെന്ന് വെച്ചാൽ 12-ാം ഭാവത്തിലാണ് രാഹുവിൻ്റെതായ ഒരു സഞ്ചാരം. അത് മാനസികമായ ദുഃഖങ്ങൾക്ക് ഇടയാക്കുന്ന, സമ്പത്തുപരമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കും, വീട്ടിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി പ്രശ്നങ്ങൾ ഉണ്ടാക്കും, തൊഴിൽപരമായ രീതിയിൽ ഉള്ളത് കൂടി കുറച്ച് ദിവസത്തേക്ക് തടഞ്ഞു വയ്ക്കപ്പെടുന്ന സാഹചര്യങ്ങളൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സമയം ആകുന്ന മനസ്സ് വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ഒരു സമയം ആണ്. അത്തരമൊരു പ്രോസസ്സുകൾ അവിടെ ഇല്ലാതിരിക്കാനായിട്ട് നിങ്ങളെ തന്നെ കുറച്ചുകൂടി ആക്ടിവേറ്റ് ചെയ്യണം. അതായത് ഇപ്പോൾ തൊഴിൽപരമായ ഇടങ്ങളിൽ, ഇപ്പോൾ ഒരു ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഒരു രാവിലെ ഇറങ്ങിയിട്ട് ഒരു 5 മണി വരെ ഓടിയിട്ടും കയ്യിൽ കാശില്ലാതെ, പെട്രോളിന്റെ കാശ് പോലും കിട്ടാത്ത ഒരു വ്യക്തിയാണെങ്കിൽ കുറച്ചുകൂടി സമയം അപ്ഡേറ്റ് ചെയ്ത് അതിന് പരിശ്രമിച്ചു കഴിഞ്ഞാൽ ആ ഒരു കവറിംഗ് പോയിന്റ് നിങ്ങൾക്ക് ശരിയായ രീതിയിലേക്ക് വരികയും മനസ്സിന് സന്തോഷം തോന്നുകയും ചെയ്യും. കാര്യം അവസാനത്തെ 2 മണിക്കൂർ നിങ്ങൾക്ക് ഗുണകരമായ മാറ്റത്തിലേക്കായിരിക്കും വഴി തുറക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ കുറച്ചുകൂടി മനസ്സിനെ ശാന്തപ്പെടുത്തി മുന്നിലേക്ക് പോകാനായിട്ട് ഈ കാലഘട്ടം പറയുന്നു. അതുകൊണ്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം, നിങ്ങളെ തന്നെ നല്ല രീതിക്ക് പ്രോസസ്സ് ചെയ്യുക. കാരണം എന്നാലെ കഴിയും, ഈ പ്രശ്നങ്ങളൊക്കെ സാധാരണഗതിയിൽ വരുന്ന പ്രശ്നങ്ങൾ തന്നെയാണെന്ന് ചിന്തിക്കുക എന്നാണ്. അതുകൊണ്ട് ധൈര്യപൂർവ്വം മുന്നിലേക്ക് പോയാൽ സമ്പത്തിൻ്റെതായ കാര്യത്തിലും മാറ്റം എന്തായാലും വരും. മറ്റൊരു കാര്യം പറയേണ്ടത് എന്തെന്ന് വെച്ചാൽ, നിങ്ങൾ വളരെയധികം കഷ്ടപ്പെട്ട് ഉണ്ടാക്കുന്ന പണം നിങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു മനസ്സ് വേണം. കാരണം പണം ഏതെങ്കിലും വഴിക്ക് നിങ്ങളിൽ നിന്ന് അനാവശ്യമായ രീതിയിൽ പുറത്തേക്ക് പോകുന്ന ഒരു സാഹചര്യം വന്നു പോയാൽ, അല്ലെങ്കിൽ ആരുടെയെങ്കിലും കണ്ണുനീര് കണ്ടെടുത്ത് പോക്കറ്റിലേക്ക് വെച്ചു കൊടുത്താൽ അത് നിങ്ങൾക്കുള്ള കാശാണ്, പിന്നീട് ഒരിക്കലും അത് തിരിച്ചു കിട്ടില്ല എന്ന ഓർമ്മ കൂടി വേണം. കുടുംബപരമായ കാര്യങ്ങളൊക്കെ തന്നെ മികച്ച രീതിയിൽ കൊണ്ടുപോകുവാനായിട്ട് ഒരല്പം മനസ്സ് സങ്കടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. കാരണം നിങ്ങളിൽ വീട്ടുകാരൊക്കെ തന്നെ വളരെയധികം നല്ല മനോഭാവത്തോടെ അവരുടെ പ്രതീക്ഷകളെ ഒക്കെ, ആഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് മുന്നിലേക്ക് കൊണ്ടുവയ്ക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അത് നിറവേറ്റി കൊടുക്കാൻ വളരെയധികം സങ്കടപ്പെടുന്ന ഒരു സമയമാണ്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഈ സമയം മുതൽക്ക് നിങ്ങൾ എടുക്കേണ്ട തീരുമാനങ്ങളൊക്കെ മികച്ചതായി നിങ്ങൾക്ക് വേണ്ടിയിട്ട് മാത്രമായിരിക്കണം എന്നുള്ളതാണ്. അതുപോലെ മറ്റൊരു കാര്യം, ആർക്ക് വേണ്ടിയിട്ടും ഒരു വാക്കും കൊടുക്കാനായിട്ട് പോകരുത്. അതായത് ഓക്കെ, ഞാനത് ഏറ്റു, 1-ാം തീയതിയത്തെ കാര്യമല്ലേ, ഞാനത് ഏറ്റു, അത് വിഷമിക്കേണ്ട, ഞാൻ വാങ്ങിത്തരാം, അല്ലെങ്കിൽ എൻ്റെ കയ്യിലുണ്ട്, ഞാൻ പണയം വെച്ച് തരാം, ഇങ്ങനെയുള്ള പ്രോസസ്സുകളൊന്നും നിങ്ങൾ ചെയ്യാൻ പാടില്ല. ആർക്കും ഒരു കാര്യത്തിനും വാക്ക് കൊടുക്കരുത്. ഞാനത് ചെയ്തോളാം എന്ന രീതിയിൽ ഏൽക്കരുത് എന്നാണ് പറയുന്നത്. കാരണം അത് നിങ്ങൾക്ക് ബാധ്യതയായി മാറും.
ബിസിനസ് പരമായിട്ടുള്ള രീതിയിൽ ഒരു കൂട്ടുതൊഴിലൊക്കെ സംരംഭങ്ങളൊക്കെ ചെയ്യാനൊക്കെ ആഗ്രഹിക്കുകയാണെങ്കിൽ നിശ്ചയമായിട്ടും ഈ ഒരു ആഴ്ച വേണ്ട. കാരണം വെച്ചാൽ ഒരല്പം ബുദ്ധിമുട്ടുള്ള സമയമായതുകൊണ്ട് നിങ്ങൾക്ക് അത് ബുദ്ധിമുട്ടാകും എന്ന് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ട് ജാഗ്രതാപൂർവ്വം ആലോചിച്ച് മാത്രമേ ഈ ഒരു കാലഘട്ടത്തിൽ കൂട്ടുതൊഴിലുകളിലൊക്കെ ചെന്ന് ഏർപ്പെടാവൂ. മറ്റുള്ളവർക്ക് തന്നെ നിങ്ങളെ വളരെയേറെ വില കുറച്ച് കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതായത് ഒരുമാതിരി കുത്തിക്കാട്ടുന്നത് പോലെയൊക്കെ പറയുന്ന ഒരു സ്വഭാവം ഉണ്ടാവും. അത് ഒക്കെ തന്നെ കാണാത്തതുപോലെ പോവുക. കേട്ടതിനൊക്കെ മറുപടി പറയാതിരിക്കുക. 2 കാതുകളുള്ളതുകൊണ്ട് കേട്ടത് കേട്ട പാടെ കളഞ്ഞിട്ട് പോവുക. പ്രതികരിക്കാൻ പോകരുത്. കാരണം അത്തരം വിമർശനങ്ങളാണ് നിങ്ങളെ വഴി നയിക്കുന്നതെന്നുള്ള കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് വിമർശനങ്ങൾക്ക് മറുപടി പറയാനായിട്ട് നിൽക്കരുത്. പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾ ഉയർന്ന നിലയ്ക്ക് എന്തെങ്കിലും മുന്നേറ്റം വേണമെങ്കിൽ ആർജവമായ മനസ്സോടുകൂടി മുന്നിലേക്ക് പോകേണ്ട ഒരു സമയമാണ്. 100% അത് സക്സസ് ആകുന്ന ഒരു കാലഘട്ടമാണ്. കാരണം പൊതുവിലെ യുദ്ധത്തിൻ്റെതായ സാഹചര്യമൊക്കെ ഇനിയിപ്പോൾ ഒരു 1.5 വർഷത്തേക്കും ഇതുപോലെയൊക്കെ തന്നെയായിരിക്കും തുടരുക. അതുകൊണ്ട് തന്നെ മനസ്സ് കഷ്ടപ്പെട്ട് ഒരു തൊഴിലും വലിച്ചെറിഞ്ഞിട്ട് പോകരുത്. പഠിക്കാനായിട്ട് ശ്രമിക്കുക. ജോലി കിട്ടിയില്ല, ഇപ്പോഴത്തെ ജോലി കിട്ടിയില്ല എന്ന് പറഞ്ഞിട്ടും വിഷമിക്കരുത്. കാരണം നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ വലിയ വാതിലുകളാണ് തുറക്കാനായിട്ടിരിക്കുന്നത്. അതുകൊണ്ട് മനസ്സ് സങ്കടപ്പെടാതെ മുന്നിലേക്ക് പോകണം. അത് 1.5 വർഷം യുദ്ധത്തിന്റെ സാഹചര്യങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ തീർച്ചയായിട്ടും അത്തരം പ്രശ്നങ്ങൾ നിങ്ങളിലേക്ക് വന്നെത്തുകയും തൊഴിലൊക്കെ ഒരല്പം കാലതാമസം എടുക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവും. ചിലരൊക്കെ തന്നെ 10 ഇടങ്ങളിലൊക്കെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന വ്യക്തികളാണ്. പിന്നീട് വിളിക്കാമെന്ന് പറഞ്ഞാലും വിളിക്കാത്ത ഒരവസ്ഥ. 100% ഈ ഒരു മാസം, ഈ ഒരു ആഴ്ചയൊക്കെ കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെതായ അപ്ഡേഷനൊക്കെ വന്നു കിട്ടും. അതുകൊണ്ട് മനസ്സ് വിഷമിക്കുകയൊന്നും വേണ്ട. കഴിഞ്ഞ 1 വർഷക്കാലം കൊണ്ടൊക്കെ കഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെതായ ഫലമൊക്കെ വന്നെത്തും. കാര്യം 12ലാണ് രാഹു നിൽക്കുന്നത്. അതുകൊണ്ട് മനസ്സ് വല്ലാതെ ദുഃഖിക്കുന്ന സാഹചര്യങ്ങളാണ്. തീർച്ചയായിട്ടും നല്ല ഫലങ്ങളുണ്ട്. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് നിങ്ങൾക്ക് മുന്നിലേക്ക് എത്താം.